സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. 1. പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25. 2. പ്രഭാഷകൻ 42-ൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 2. 3. മക്കളെക്കുറിച്ചുള്ള ആകുലത എന്ന ശീർഷകം എത്ര വാക്യങ്ങൾ? ഉത്തരം 6. 4. മറ്റുള്ളവരെ ഭയന്ന് നീ എന്തു ചെയ്യരുതെന്നാണ് 42:1 പറയുന്നത്? ഉത്തരം പാപം. 5. അത്യുന്നതൻ്റെ ഏതൊക്കെ കാര്യങ്ങളിൽ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്? ഉത്തരം നിയമം, ഉടമ്പടി. 6. ആരെ കുറ്റം വിധിക്കുക എന്നാണ് 42:2 നിർദ്ദേശിക്കുന്നത്? ഉത്തരം അപരാധനെ. 7. ആരുമായി കണക്ക് തീർക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് 42:3 പറയുന്നത്? ഉത്തരം പങ്കാളിയും സഹയാത്രികനുമായി. 8. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ലാത്തത്? ഉത്തരം സ്നേഹിതരുടെ. 9. അളവിലും തൂക്കത്തിലും കൂടുതലോ കുറവോ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉത്തരം സൂക്ഷ്മത കാണിക്കണം. 10. എന്തിൽ ലാഭം നേടുന്നതിൽ ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം കച്ചവടത്തിൽ. 11. ആർക്ക് നല്ല ശിക്ഷണം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കുട്ടികൾക്ക്. 12. ആർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം ദുഷ്ടനായ ദാസന്. 13. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന്? ഉത്തരം അവിശ്വസ്തയായ ഭാര്യയെ. 14. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എന്തു ചെയ്യണം? ഉത്തരം പൂട്ടി സൂക്ഷിക്കണം. 15. എല്ലാ ഇടപാടുകളിലും എന്തു ചെയ്യണം? ഉത്തരം കണക്ക് വയ്ക്കണം. 16. രേഖ സൂക്ഷിക്കേണ്ടത് എന്തിൻ്റെ കാര്യത്തിൽ? ഉത്തരം ക്രയവിക്രയങ്ങളിൽ. 17. 42:8 ആരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പറയുന്നത്? ഉത്തരം അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരനുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയും. 18. അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരനുമായി ശണ്ട കൂടുന്ന വൃദ്ധനെ ഉപദേശിക്കുമ്പോൾ നീ ആരെന്ന് വ്യക്തമാകും? ഉത്തരം അറിവുള്ളവനാണെന്ന്. 19. എല്ലാവരും നിന്നെ അംഗീകരിക്കുന്നത് എപ്പോൾ? ഉത്തരം അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയും ലജ്ജിക്കാതെ ഉപദേശിക്കുമ്പോൾ. 20. സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആര്? ഉത്തരം മകൾ. 21. പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്ത്? ഉത്തരം മകളെക്കുറിച്ചുള്ള വിചാരം. 22. എന്തെല്ലാം ഓർത്താണ് പിതാവ് ആകുലനാകുന്നത്? ഉത്തരം മകൾ യൗവനത്തിൽ വിവാഹിതയാകുമോ, വിവാഹശേഷം ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത്. 23. മകളെക്കുറിച്ച് പിതാവ് ഭയപ്പെടുന്നത് എന്ത്? ഉത്തരം കന്യകയായിരിക്കുമ്പോൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന്. 24. ഭർത്തമതിയായ മകളെക്കുറിച്ച് പിതാവ് ശങ്കിക്കുന്നത് എന്ത്? ഉത്തരം അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന്. 25. കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെ? ഉത്തരം ദുശാട്ടിക്കാരിയായ പുത്രിയെ. 26. ദുശാട്ടിക്കാരിയായ പുത്രിയെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ എന്തെല്ലാം ആക്കിത്തീർക്കും? ഉത്തരം ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതയും. 27. ദുശാട്ടിക്കാരിയായ പുത്രിയെ സൂക്ഷിച്ചില്ലെങ്കിൽ ആരുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരും? ഉത്തരം സമൂഹത്തിൻ്റെ മുമ്പിൽ. 28. ആരുടെയും എന്ത് നോക്കിയിരിക്കരുതെന്നാണ് 42:12 പറയുന്നത്? ഉത്തരം ആകാരഭംഗി. 29. ആരുടെ ഇടയിൽ ഇരിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സ്ത്രീകളുടെ ഇടയിൽ. 30.
സ്ത്രീകളിൽ നിന്ന് ദുഷ്ടത വരുന്നത് എന്തുപോലെ? ഉത്തരം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ. 31. പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദം? ഉത്തരം സ്ത്രീയുടെ നന്മയേക്കാൾ. 32. ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? ഉത്തരം സ്ത്രീ. 33. പ്രഭാഷകൻ അധ്യായം 42 രണ്ടാം ശീർഷകം എന്ത്? ഉത്തരം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. 34. താൻ ഇപ്പോൾ എന്തനുസ്മരിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികൾ. 35. കർത്താവിൻ്റെ പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നത് എങ്ങനെ? ഉത്തരം വചനം വഴി. 36. സൂര്യൻ എങ്ങനെയാണ് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത്? ഉത്തരം തൻ്റെ കിരണങ്ങൾ കൊണ്ട്. 37. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. 38. കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? ഉത്തരം അവിടുത്തെ വിസ്മയനീയമായ പ്രവർത്തികൾ. 39. കർത്താവ് വിസ്മയനീയമായ പ്രവർത്തികൾ സ്ഥാപിച്ചത് എന്തിന്? ഉത്തരം പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ. 40. ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് കർത്താവ് ഗ്രഹിക്കുന്നത് എന്ത്? ഉത്തരം അവയുടെ നിഗൂഢതകൾ. 41. കർത്താവ് എന്തൊക്കെയാണ് അറിയുന്നത്? ഉത്തരം അറിയേണ്ടതല്ല. 42. കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ. 43. ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. 44. കർത്താവ് വെളിപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 45. ഒരു ചിന്തയും ആർക്ക് അജ്ഞാതമല്ല? ഉത്തരം കർത്താവിന്. 46. പ്രഭാഷകൻ 42:20 കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത്? ഉത്തരം ഒരു വാക്കും. 47. കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 48. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര്? ഉത്തരം കർത്താവ്. 49. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നതിനാൽ എന്തു ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം ഒന്നും കൂട്ടുവാനോ കുറയ്ക്കുവാനോ. 50. കർത്താവിന് ആരെ ആവശ്യമില്ല? ഉത്തരം ഉപദേശകരെ. 51. ആരുടെ പ്രവൃത്തികളാണ് അഭികാമ്യം? ഉത്തരം കർത്താവിൻ്റെ. 52. കാഴ്ചയ്ക്ക് ദീപ്തമായത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികൾ. 53. കർത്താവിൻ്റെ പ്രവൃത്തികളുടെ സവിശേഷത എന്ത്? ഉത്തരം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. 54. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡാഷ് വിശ്വസ്തത പുലർത്തുന്നു. 42:33 പൂരിപ്പിക്കുക. ഉത്തരം സ്വധർമ്മത്തോട്. 55. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. 56. സൃഷ്ടവസ്തുക്കൾ ഒന്നും അപൂർണമല്ല, എന്തിന് പൂരകമാണ്? ഉത്തരം ഒന്ന് മറ്റൊന്നിന്. 57. എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. 58. പ്രഭാഷകൻ 42:9 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം നിയമാവർത്തനം 24:1. 59. പ്രഭാഷകൻ 42:18 സമാനമായ പഴയ നിയമ ഗ്രന്ഥഭാഗമേത്? ഉത്തരം സുഭാഷിതം 15:1. 60. പ്രഭാഷകൻ 42:20 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 139:1-4 സ്നേഹമുള്ളവരെ, ഒരു വീഡിയോയിൽ പ്രഭാഷകന്റെ പുസ്തകത്തിലെ 42-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കേട്ടത്. ഒരിക്കൽ കൂടി ഇതെല്ലാം കേൾക്കുക, മനഃപാഠമാക്കുക. ലോഗോസ് ക്വിസിൻ്റെ മറ്റു പാഠഭാഗങ്ങളുടെ ചോദ്യങ്ങൾക്കായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനലിലെ മറ്റു വീഡിയോകളും കാണുക. ലോഗോസ് ക്വിസിന് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.